ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഇംപ്രോംപ്റ്റ് പ്ലാനായിട്ട് എവിടെ പോണേ? പ്രയാഗ്രാജ്. ഞങ്ങൾ പ്രയാഗ്രാജിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഫ്രം പൂനെ. ഞങ്ങളുടെ കാറിലല്ല പോകുന്നത്. വി ആർ ഗോയിങ് വിത്ത് two of our friends. അപ്പോൾ അവർ ഞങ്ങൾ കറാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിൽ ജോയിൻ ദം. നമ്മുടെ വീട്ടിൽ നിന്ന് we booked a cab, so they will be waiting there. From there we'll start our journey. So this is just an introduction video. So we'll be keep on updating our short videos and posts soon. And traffic updates. Everything. Okay, stay tuned. So we started from our home around 4 o'clock. We'll be reaching Karadi around 4:50. And from there we'll start. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രേറ്റ എത്തിക്കഴിഞ്ഞു. ഇധർ ദേഖോ തീനോ. ഹലോ ഹലോ. So guys, this is our dear friend Setu and ये है this is our Rahul. अभी मेरा vlogging तो मलयालम में है. അപ്പോൾ ഇവർ രണ്ടാളാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സേതു ആണ് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പോകുന്നത്. സേതുവിൻ്റെ കാറാണ് ക്രേറ്റ. ഇവിടെ ഉറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഈസ് ഓൾറെഡി സിറ്റിംഗ്. ഹായ് രാം. അപ്പോൾ പ്രയാഗ്രാജിലേക്കുള്ള ബ്യൂട്ടിഫുൾ ജേർണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പൂനെയിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ദൂരം 1400 കിലോമീറ്റർ ആണ്. ഏകദേശം 21-22 hours നമ്മളവിടെ എത്താൻ എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനും ഇവിടുത്തെ ഒരു ക്രൗഡും എല്ലാം വെച്ചിട്ട് ഉറപ്പായിട്ടും അവിടെ ഒരുപാട് ട്രാഫിക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാൽക്കുലേഷനിലല്ല നമ്മൾ പോകുന്നത്. അവിടെ എത്തുന്ന സമയം ഇപ്പോൾ കാണിക്കുന്ന ഒരു 2:30-3 o'clock ആണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പോയിണ്ടായിരുന്നു. അവർക്കൊരു 5 to 6 hours ഒക്കെ ട്രാഫിക് ജാമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മഹാശിവരാത്രിയുടെ തൊട്ട് മുന്നത്തെ സമയമായതുകൊണ്ട് ഒരുപാട് പീക്ക് നല്ല തിരക്കുമുണ്ട്. നല്ല തിരക്കുള്ള സമയമാണ്, ക്രൗഡഡ് ആണ് എന്നൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണിക്കാണ് നമ്മൾ എത്തുക എന്നുള്ളത്. ട്രാഫിക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എവിടെ ഞങ്ങൾ സ്റ്റേ ബാക്ക് ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഞങ്ങൾ പ്രയാഗ്രാജിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സൺറൈസൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോപ്പാണ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യും. ഏകദേശം എല്ലാവർക്കും നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു സൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലം വന്നു കഴിഞ്ഞാൽ വി വിൽ സ്റ്റോപ്പ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അധികമൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി. ഫിത്താൽ കമ്മത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഇനി വേറെ ഏതെങ്കിലും കിട്ടുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച പോലെ അത്ര മോശമായിരുന്നില്ല. ഫുഡ് വാസ് ആക്ച്വലി വെരി ഗുഡ്. വി ഓർഡേർഡ് മസാല ദോശ, ഉപ്മ, കോഫി, ടീ ആൻഡ് ഓൾ. അധികമൊന്നും ഓർഡർ ചെയ്തില്ല. കുറച്ച് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് എ വെരി ഡീസൻറ്റ് ഫുഡ്. ലൈക്ക് വി ഓൾ ഫോർ എൻജോയ്ഡ് ആക്ച്വലി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജേർണി തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ ലഞ്ചിന് സ്റ്റോപ്പ് ചെയ്തു. നാഗ്പൂർ എത്തിയിട്ടില്ലല്ലോ. നാഗ്പൂർ എത്തി ലഞ്ചിന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നല്ലൊരു സ്ഥലത്താണ് നോക്കിയിട്ടുള്ളത്, കേവ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇതാണ് ഒരു ആംബിയൻസ്. പുറത്ത് കാറുകളൊക്കെ പാർക്ക് ചെയ്തത് കണ്ടിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ദ ഫുഡ് വി ഓർഡേർഡ് വാസ് ലൈക്ക് റിയലി നോട്ട് ഗുഡ്. ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദ സ്റ്റാഫിൻ്റെ ബിഹേവിയർ എവറിത്തിങ് വാസ് ലൈക്ക് നോട്ട് അറ്റ് ഓൾ ഗുഡ്. എങ്ങനെയാണ് ആ ഹോട്ടലിന് ഇത്ര റിവ്യൂ കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ സംഭവിക്കാം. ആൻഡ് ഇപ്പോൾ സമയം 6:47 ആയി. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് ഫോർ എ ടീ ബ്രേക്ക്. ഏകദേശം റീച്ചിങ് ടൈം ഇറ്റ് ഷോയിങ് 2:15. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. എഗെയിൻ വി ആർ സ്റ്റാർട്ടിങ് അവർ ജേണി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രേറ്റ ആക്ച്വലി ഒരു കംഫർട്ടബിൾ കാറാണ് കേട്ടോ. അപ്പോൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം ക്രേറ്റയിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി കംഫർട്ടബിൾ വെഹിക്കിൾ. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ജേണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് മെയിൻ ഡിന്നറാണല്ലോ. ഏകദേശം ഇനി കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എവിടെയും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഡയറക്റ്റ് നമ്മൾ പ്രയാഗ്രാജിലാണ് പിന്നെ നമ്മൾ അടുത്തൊരു ഹോൾട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുറേ നേരം ഇടയിൽ കിടന്നുറങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ നേരം ഞാൻ കിടന്നുറങ്ങിയിരുന്നു. ആൻഡ് റാമും സേതു മാറി കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റാമാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫൈനലി കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഡിന്നറിന് സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ഒരു ധാബയാണ് കണ്ടുപിടിച്ചത്. വെജിറ്റേറിയൻ ഫുഡാണ്. റൊട്ടിയും സബ്ജിയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പ്രയാഗ്രാജിലെത്തി. നല്ല ക്രൗഡും തിരക്കും ട്രാഫിക് ജാമും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 3 hours ട്രാഫിക് ജാമിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു പാർക്കിങ്ങിലെത്തിയത്. അപ്പോൾ ഇവിടെ നിറച്ച് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. നമുക്ക് എവിടെയാണോ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവിടുന്ന് ത്രിവേണി സംഘത്തിലേക്ക് പോകാൻ. നമ്മുടെ കാറ് പ്രയാഗ്രാജ് സിറ്റിയുടെ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പോൾ വി ഹാവ് ടു ടേക്ക് ഈ റിക്ഷ അല്ലെങ്കിൽ ഒരു ബൈക്ക് സർവീസ് എന്തെങ്കിലും എടുത്തിട്ട് വേണം നമുക്ക് സിറ്റിയുടെ ഉള്ളിലേക്ക് പോകാൻ. Finally, we reached Prayagraj. And we have parked the vehicle and taken a e-rickshaw on to the room. Correct time पे आया, ज़्यादा walking नहीं. So we have taken an e-rickshaw and this room to our hotel, and from there we'll decide. Okay, charges. നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഗസ്റ്റ് ഹൗസിലേക്കാണ്. ആ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു 4 to 5 കിലോമീറ്ററാണ്. ആ 4 to 5 കിലോമീറ്ററിന് തന്നെ ഈ റിക്ഷയിൽ 4 പേർക്ക് 800 rupees അവർ ചാർജ് ചെയ്തത്. സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ഇടുങ്ങിയിരുന്നിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നോ ഓപ്ഷൻ, അവിടെ ഇപ്പം എങ്ങനെയാണ്, അപ്പോൾ നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം പ്രയാഗ്രാജ്. അപ്പോൾ മോർണിംഗ് 7:30 we reached, and it was full of traffic jam. Actually we were supposed to reach by 3:30 in the morning, 3:30 a.m., but due to traffic it got very delayed, and we parked our car like 10 kilometers ahead the Triveni Sangam. We had to park there. Then we took an e-rickshaw, and we checked into the guest house which we booked. It's a normal guest house. So we booked one guest house. We checked in here. We took some rest. We slept for some time, and now it is like 12:30. We are just leaving to the Triveni Sangam for the holy day. Let's see like now what happens. So one option is we have to go by boat. So in 2.5 kilometer there is a boat service. So we are going to just see what is there and like how we can reach the Triveni Sangam. So we'll keep you updated guys about the crowd and all. It was a bit crowded, but as the vehicles were not allowing inside the city, so it was okay. Only rickshaws, e-rickshaws and other bike services were allowed, so it was okay.
सेट दिख रहा है, हाँ ऊपर शाम को दिख रहा होगा, देखो मुझे दिख रहा है. ആദ്യം ഒന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിട്ടോ ഈ ഒരു ക്രൗഡ് കണ്ടിട്ട്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ബോട്ടിലൊക്കെ പോയി പിന്നെ ഹോളി ഡിപ്പൊക്കെ എടുക്കുക, എനിക്കത് ഭയങ്കര ഇമ്പോസിബിളായിട്ട് ശരിക്കും തോന്നി. ഇതിൻ്റെ ഈ തിരക്കിൽ എങ്ങനെയാണ് പോയിട്ട് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ദൂരം എന്താ സംഭവിക്കാമെന്ന് അറിയില്ല, അത്ര ക്രൗഡഡാണ് കേട്ടോ അവിടെ. അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനും പോലും സ്ഥലമില്ല. ഇവിടെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഭയങ്കര തിരക്കാണ്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ കുറച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ ഒരു ഘാട്ടിൻ്റെ അറ്റത്തായിട്ട് തന്നെ ബോട്ട് സർവീസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബോട്ട് സർവീസിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിറയെ ബോട്ട്സ് ഉണ്ട്. ഇതിൻ്റെ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ പെർ പേഴ്സൺ 1000 എന്നുള്ള റേറ്റാണ് നോർമലി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബോട്ട് കിട്ടി. നമ്മൾ കൈകൊണ്ട് ഒരു പെഡൽ ചെയ്യുന്ന ആ ഒരു ബോട്ടാണ് കേട്ടോ, അല്ലാതെ സ്പീഡ് ബോട്ടോ അങ്ങനത്തെ ബോട്ടൊന്നും അല്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ വാട്ടർ ക്യാനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. നമ്മൾ തിരിച്ച് ഗംഗാജലം എടുത്തിട്ട് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ക്യാൻസാണ് കയ്യിലുള്ളത്. ഓരോ ബോട്ട് പുറത്തേക്ക് വരാൻ തന്നെ ഭയങ്കര പാടാണ് അവിടുന്ന്. അത്രയ്ക്ക് ക്രൗഡഡാണ്, അത്രയ്ക്ക് നിറയെ ബോട്ട്സും ഉണ്ട്. ഒന്നിൽ പോയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പേടിയാവും കേട്ടോ, നമ്മൾ തട്ടുമോ മുട്ടുമോ വീഴുമോ എന്നൊക്കെയുള്ള എല്ലാ ടെൻഷനും കൊണ്ട് വേണം ആ ബോട്ടിലിരിക്കാൻ. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് അത്ര സേഫായിട്ടൊന്നും തോന്നിയില്ല സ്റ്റിൽ. പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇപ്പം ഇത്രയധികം ബോട്ട്സ്. ഇതല്ല, മറ്റേ ഭാഗത്തുമുണ്ട്. ഒരു സൈഡിലത്തെ മാത്രം ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ വേറൊരു ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ നമ്മുടെ ത്രിവേണി സംഘത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മളെ ഈ ബോട്ട് എത്തിക്കും. പിന്നെ നമ്മൾ അവർ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇറക്കി അവിടെയാണ് നമ്മൾ ഈ ഒരു ഹോളി ഡിപ്പ് എടുക്കുക. അപ്പോൾ ഞങ്ങളെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങി. അപ്പോൾ അധികം ആഴമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് ഇറങ്ങി നമ്മൾ ഹോളി ഡിപ്പ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഹോളി ഡിപ്പ് എടുക്കാൻ പോകുന്നത് കേട്ടോ. Ram, one more. ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ ഡിപ്പ് ചെയ്തു. ഹോളി ഡിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി മഹാദേവ്. ഇപ്പോൾ ഞങ്ങൾ വന്ന കാര്യം സക്സസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്തു. ഞങ്ങൾ നമ്മുടെ ഹോളി ഡിപ്പ് എടുത്തു ആൻഡ് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ ആ ഒരു ബോട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. തിരിച്ച് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. This is how it looks like. ഭയങ്കര ക്രൗഡാണ്. അത് അതർ സൈഡ് ഫുൾ ക്രൗഡാണ്. ഞങ്ങൾ എങ്ങനെയോ നടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ബോട്ടിന് വേണമെന്ന് ചോദിച്ച ആൾ വന്നു. അതുകൊണ്ടാണ് 1000 പെർ പേഴ്സൺ ആണ് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തത്. അപ്പോൾ ദിസ് ഇസ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. We should not miss it. So, and this Kumbh Mela happens only once in 144 years, and next time we won't be like alive only for this to witness this. So we had a holy dip in this Triveni Sangam, and the experience was like wow. I'll add all videos in this. Stay tuned for more videos.
അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ ആ ഒരു ഹോളി ഡിപ്പ് എടുത്തതിന് ശേഷം ഭയങ്കര ഒരു സന്തോഷം, സമാധാനം, പീസ് എല്ലാം. ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റി. എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ. എന്തോ ഭാഗ്യം, ദൈവം നമുക്ക് ആ ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നു. ഞങ്ങൾക്ക് വരണം എന്ന് ഞങ്ങളുടെ മനസ്സിൽ തോന്നിച്ചു. പെട്ടെന്നാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അങ്ങനെയാണ് ഞാനും റാമും പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇനിയുള്ള നമ്മുടെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ വരെ ഈ ഒരു ഇതൊന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വൺസ് ആൻഡ് 144 ഇയേഴ്സ് മാത്രമാണ് ഈ ഒരു മഹാകുംഭമേള നടക്കുള്ളൂ. അപ്പോൾ ഇതൊരു ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അപ്പോൾ ശരിക്കും വി ആർ വെരി ബ്ലെസ്ഡ്. അങ്ങനെ ഞങ്ങളുടെ ഹോളി ഡിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ പുറത്ത് വന്നു. ബോട്ടിലാണ് ടു ആൻഡ് ഫ്രോ പോയത്. ഇതാണ് ഇവിടുത്തെ തിരക്കുണ്ട്. എന്നാലും വലിയ മറ്റേ റഷ് പോലത്തെ ആ ഒരു തിരക്കില്ല. ഓക്കെ. പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ടെന്റ് അക്കോമഡേഷൻ. പിന്നിൽ കാണുന്നതാണ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഇവിടെ കുറച്ച് ടെൻസ് ഉണ്ട്, ബാക്കിൽ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഹോളി ഡിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തി. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ food and Prayagraj. So we will explore and we'll let us see. Okay. അപ്പോൾ തിരിച്ചൊരു ഈ റിക്ഷ തന്നെ എടുത്ത് ഞങ്ങൾ ഒന്ന് വെറുതെ ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് വൈകുന്നേരം ബനാറസിലും കൂടി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവിടെ ഭയങ്കര തിരക്കാണ്, ട്രാഫിക് ജാമാണ്, കാറൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. നെക്സ്റ്റ് ടൈം നമ്മൾ ഒരുമിച്ച് അയോധ്യയും ബനാറസും എല്ലാം കവർ ചെയ്യാം. ഇപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. ഇന്ന് ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നാളെ രാവിലെ നമ്മൾ തിരിച്ച് പൂനെയിലേക്ക് തന്നെ പോകാനുള്ള ആണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ചാട്ട്സൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്രയാഗ്രാജിനുള്ളൊരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങി. പിന്നെ അവിടെ കുറച്ച് ഫേമസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഗാജർ ഹൽവ, സമോസ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും അവർ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ തീർത്ഥയാത്ര കഴിഞ്ഞ് we are going back to Pune. We are going to the parking area. Parking area is like നമ്മൾ ഇവിടുന്ന് റിക്ഷ എടുത്ത് we are going to take our car 10 kilometers. 4-5 kilometers. Now बाहर दिख रहा है राहुल. हाय हमारा क्लीनर ऑफिशियल क्लीनर clean करके आए हैं पूरा. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ റിക്ഷയ്ക്ക് 800 ആണ് കൊടുത്തത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് 400 ആണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് കാറൊക്കെ എടുത്ത് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പ്രയാഗ്രാജ് ടു പൂനെ. അപ്പോൾ തിരിച്ച് നമ്മൾ പൂനെയിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഒരു 9-9:30 എത്തും എന്നുള്ള പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബട്ട് ഒബ്വിയസ്ലി ആ ഒരു വീണ്ടും ഡിലേ വരും. എവിടേക്കാണ് ക്രൗഡ് ഉണ്ടാവുക, പോകുന്ന സ്ഥലത്ത് മൊത്തം ഏകദേശം പ്രയാഗ്രാജ് ആ ഒരു ക്രൗഡ് തന്നെയാണ് ഉണ്ടാവുക.
അപ്പോൾ ട്രാഫിക് ജാംസ് ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇടയിൽ ബ്രേക്സ് എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു ടൈം ഡിഫറൻസ് എന്തായാലും വരും. അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ നമ്മൾ പൂനെയിൽ എത്തും. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പം നമുക്ക് ഷിരഡി കൂടി പോയാലോ എന്നുള്ളൊരു പ്ലാൻ കൂടി ഉണ്ട്. പക്ഷെ അത് പോസിബിൾ ആവോ, ഷിരഡി എത്തുന്ന സമയം ഏകദേശം ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അത് ഡിസൈഡ് ചെയ്യാൻ. ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ പോയില്ലേന്ന്. എന്തായാലും ഇവിടുന്ന് നമ്മൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പൂനെയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തീർത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ പൂനെയിലുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും. അപ്പം ഞങ്ങൾ 5 ലിറ്റർ 3 പേരും എടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നൊക്കെ ഇവരുടെ പാർക്കിംഗ് ഏരിയാസ് ആണ് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ലോട്ട് ഇത്ര വലുതാണ്. എനിക്കറിഞ്ഞ പാർക്കിംഗ് ലോട്ട് തന്നെ ഒരുപാട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കധികം പാർക്കിംഗ് ലോട്ടുകളാണുള്ളത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന എല്ലാ ഏരിയാസും പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എവിടെ കാർ ഇടണം, അല്ലെങ്കിൽ എവിടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ബൈക്കിൽ വരുന്ന ആൾക്കാരാണ്, അവർ ഭയങ്കര കുറച്ച് കോസ്റ്റ്ലി ആണ്. അവർ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റിൽ നമ്മളവർ കൊണ്ടുപോകും. പക്ഷേ ബൈക്കിൽ നമുക്ക് ലഗേജൊക്കെ വെച്ച് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ റിക്ഷ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നിങ്ങൾ ത്രിവേണി സംഘത്തിലേക്ക് പോകാൻ വേണ്ടി ഈ റിക്ഷയാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ അങ്ങോട്ടുള്ള ഒരു തിരക്കാണ്, ക്രൗഡാണ്. മൊത്തം ട്രാഫിക് ജാമാണ് കേട്ടോ. ഒരുപാട് ദൂരത്തുനിന്ന് എനിക്കറിഞ്ഞ കുറേ കിലോമീറ്റർ മുന്നേ തന്നെ ആ ഒരു ട്രാഫിക് ജാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റൂട്ട് ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ചിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. കുറേ നേരം നോക്കി ഒന്നും കിട്ടിയിട്ടില്ല, കാരണം ഒരുപാട് തിരക്കാണ് എല്ലാ സ്ഥലത്തും. ഏത് റെസ്റ്റോറൻറ്റ് എടുത്താലും ഭയങ്കര തിരക്കാണ്. ആൻഡ് ലിമിറ്റഡ് മെനു ഉള്ളൂ. അത് ഓക്കെയാണ്, ലിമിറ്റഡ് മെനു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര തിരക്കാണ്, ഒരുപാട് വെയിറ്റിങ്ങും കാര്യങ്ങളും. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് വീണ്ടും ഒരു ധാബ കിട്ടി. നോർമൽ ഫുഡാണ്, ഹോംലി ഫുഡ് പോലത്തെ ചോലെ, ചപ്പാത്തി, ആലു ഗോബി. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ നോർമൽ ആയിട്ടുള്ളൊരു മീൽസാണ് കഴിച്ചത്. ഏകദേശം വൈകുന്നേരമായി. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഏകദേശം മധ്യപ്രദേശിൽ തന്നെയാണ്. അപ്പോൾ മധ്യപ്രദേശിൽ ഞങ്ങൾ ചായ ബ്രേക്ക് എടുത്തു. സൺസെറ്റിൻ്റെ ഏകദേശം ഒരു സമയമായി. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ, ആ സൺസെറ്റ് വ്യൂവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയിൽ ഞാൻ കുറേ നേരം കിടന്നുറങ്ങി കേട്ടോ. എൻ്റെ രാമും സേതും മാറി മാറി കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു ചായ ബ്രേക്കിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. പക്ഷെ ചായ കിട്ടുമെന്ന് അറിയില്ല. സ്റ്റിൽ ഞങ്ങൾ രാവിലെ ഒരു 10 o'clock ആകുമ്പോഴേ എത്തുള്ളൂ. പക്ഷെ അതിന് മുന്നൊരു ഷിരഡി പോകാനുള്ളൊരു ചെറിയ പ്ലാൻ നടക്കുന്നുണ്ട്. ഇഫ് പോസിബിൾ ലെറ്റ്സ് സീ ദാറ്റ്. Super Mama, ready? 1, 2, 3, 4.
വിചാരിച്ചാലും നേരത്തെ നമ്മൾ ഷിരടി എത്തി 7:30 ആയപ്പോൾ തന്നെ ഷിരടി എത്തി. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഫ്രഷായി നമ്മൾ ദർശനം വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ 9 o'clock ദർശനമാണെങ്കിലും അതിന് മുന്നേ നമ്മൾ പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. Hello guys, good morning. Good morning from Shirdi. From we Shirdi. reached Shirdi. ഷിരടി വന്ന് ദർശനമൊക്കെ കഴിഞ്ഞു. Now So we are now going back to Pune. Back to Pune. So morning we landed over to the driver. Sleeping cleaner is sitting behind. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്ട്രെച്ച്, ദാറ്റ് ഈസ് ഫ്രം ഷിരടി ടു പൂനെ. അപ്പോൾ നമ്മൾ പൂനെയിലൊരു 3.5-4 hours നമ്മൾ എത്തും. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറാഡിയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ടാക്സി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകും. അവിടുന്ന് എഗെയിൻ ഒരു 1 hour ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ട്. ബാക്കിയുള്ള 2 പേർക്കും അവിടുന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടാക്സി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകും. അപ്പോൾ എന്തായാലും ഉച്ചയോടെ അവിടെ എത്തും. അപ്പോൾ എഗെയിൻ അങ്ങനെ ഒരു ട്രിപ്പ് അടിപൊളിയായിട്ട് അവസാനിച്ചു. ഒരുപാട് മെമ്മറീസും ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സും അതേപോലെ ഭയങ്കര ബ്ലെസ്ഡ് ഫീലിങ്ങും എല്ലാം കൊണ്ടും നല്ല മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കുറച്ചെടുത്ത ഫോട്ടോസൊക്കെ. അത് കാര്യമായിട്ട് ഫോട്ടോസൊന്നും എടുത്തില്ല, ഞാൻ വീഡിയോസ് എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസ് വളരെ കുറവാണ് ഈ പ്രാവശ്യം എടുത്തത്. എന്നാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ മെമ്മറീസ്. അപ്പോൾ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു 3 ബോയ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് പോകാനുള്ളതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. എന്നാലും ഐ റിയലി എൻജോയ്ഡ് ദെയർ കമ്പനി. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഈ ചെറിയൊരു ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഗൈസ്.